ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. കാരണം നമ്മുടെ കാശിക്കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. നാളെ വരുന്ന ദിവസമാണ് കേട്ടോ. ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എന്താ പറയുക, അവൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് ആഘോഷിക്കാറ്. ഇന്നെന്തായാലും അവൻ്റെ നാളായതുകൊണ്ട് ചെറുതായിട്ടൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ട് അവന് ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കാമെന്നല്ല, അവൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങളിങ്ങനെ തന്നെയാണ് കേട്ടോ. നാളെ നോക്കിയിട്ട് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ബർത്ത്ഡേ ഡേറ്റ് നോക്കിയിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ ഡേറ്റിൻ്റെ അന്ന് നമ്മൾ നോൺ വെജ് എന്തെങ്കിലും വെക്കും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കലേക്ക് വേണ്ട ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി ദോശയും ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് പോയി. ഇവിടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ശിവൻ്റെ അമ്പലവും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ദേവിയുടെ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിയിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ആ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. എന്താണെന്നറിയില്ല, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതിറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നത് കേട്ടോ. അങ്ങനെ കറങ്ങി നമ്മൾ ബാക്കിലൂടെ പോയി ഫ്രണ്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാശിക്കുട്ടൻ അതിനെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദേവിയുടെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇവൻ്റെ എന്താ പറയുക, കാലിൽ ചെരുപ്പുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നീട് അവനെ കൊണ്ട് ഊരിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഉള്ളിൽ കയറ്റി. അപ്പോൾ കാശിക്കുട്ടൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മുണ്ട് ഷർട്ട് നമ്മൾ എയർ ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളിയിൽ നിന്ന് എടുത്താണ് കേട്ടോ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കുട്ടികളുടെ കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കെന്നല്ല, കണ്ടവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ സാമ്പാറൊക്കെ റെഡിയാക്കി, പിന്നെ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ഗ്രീൻ പീസ് വെച്ചിട്ട് മസാലക്കറി പോലെ വെച്ചു കേട്ടോ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.